നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കൽ പ്രവൃത്തികൾ പൂർത്തിയായി. പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഒരു മാസത്തിന് ശേഷമാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. പട്ടാമ്പി പാലത്തിന് മുകളിലെ കൈവരികളുടെ പുനർനിർമ്മാണം പൂർത്തിയായി. ഇന്ന് രാവിലെയോടുകൂടിയാണ് കൈവരികളുടെ നിർമ്മാണം പൂർത്തിയാക്കി പാലം പൂർണ്ണമായ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 30-നുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴ കരകവിയുകയും പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഒഴുകുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പാലത്തിന് മുകളിലെ കൈവരികൾ തകർന്നത്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാലത്തിന് മുകളിൽ നിയന്ത്രണങ്ങളോടുകൂടിയുള്ള വാഹന ഗതാഗതം അനുവദിച്ചത്. പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പിന്നീട് നീളുകയായിരുന്നു. ടെൻഡർ വിളിച്ചുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ടുപോയ സാഹചര്യത്തിൽ കൈവരികളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമര പരിപാടികളും പട്ടാമ്പിയിൽ അരങ്ങേറുകയുണ്ടായി. ഇതിനെല്ലാം ഒടുവിലാണ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പാലത്തിലെ കൈവരികളുടെ പുനർനിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാത്രികാലങ്ങളിലാണ് കൈവരികളുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നത്. കൈവരികൾ തകർന്നതിനെ തുടർന്ന് പാലത്തിന് മുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഡ്രമ്മുകളിൽ വെള്ളം നിറച്ചുകൊണ്ടായിരുന്നു സുരക്ഷ ഒരുക്കിയിരുന്നത്. ഇതെല്ലാം നീക്കം ചെയ്താണ് ഇപ്പോൾ പാലം പൂർണ്ണമായ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. ചങ്ങരംകുളം ഒതളൂർ സ്വദേശിയായ യുവാവിനെ കോക്കൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണിയാറാംകുന്നത്ത് ഷംസുദ്ദീനാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. കോക്കൂരിലുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഷംസുദ്ദീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുവും അച്ഛൻ വിജയനും താമസിച്ചു വന്ന കോക്കൂർ സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് ഏതാനും ദിവസമായി ഷംസുദ്ദീൻ താമസിച്ചിരുന്നത്. ഇവർ ബുധനാഴ്ച ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് ഷംസുദ്ദീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം സ്വദേശിയായ യുവതിയെ വിവാഹം ചെയ്ത ഷംസുദ്ദീൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഏതാനും മാസങ്ങളായി പന്തളം ഭാഗത്താണ് താമസിച്ചിരുന്നത്. ഭാര്യ കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഷംസുദ്ദീനും കുവൈറ്റിലേക്ക് പോവാനുള്ള ശ്രമത്തിലായിരുന്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഭാര്യയുമായുള്ള വഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാവാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സഞ്ചരിച്ച ബസ്സിനു പ്രവേശിക്കാനായി പൊളിച്ച ചെറുതുരുത്തി സ്കൂൾ മതിൽ 9 മാസങ്ങൾക്ക് ശേഷം നവീകരിച്ചു. സ്ഥലം MLA ആയിരുന്ന മുൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച പുതിയ മതിൽ 9 മാസങ്ങൾക്ക് ശേഷം MP ആയി എത്തി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നവകേരള യാത്ര ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ 4-നാണ് എത്തിയത്. യാത്രക്കായുള്ള പ്രത്യേക ബസ് കയറാൻ വേണ്ടിയാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ പൊളിച്ചത്. കെ രാധാകൃഷ്ണന്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപയും സർവശിക്ഷ കേരള അനുവദിച്ച 6 ലക്ഷം രൂപയും ചേർന്നാണ് ചുറ്റുമതിലും പുതിയൊരു കവാടവും നിർമ്മിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ RR പ്രിയ, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ NJ ബിനോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MV സുചിത്ര, PM നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M. പ്രീതി സ്വാഗതവും പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, തളി. സംരംഭകർക്ക് പുത്തൻ ഉണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റൈറ്റ് ഓഫ് പേയിൽ കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യം നേടിയെടുക്കാൻ COAയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഈ റൈറ്റ് ഓഫ് പേയിൽ നിങ്ങൾക്ക് ISPക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ്, അവരെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. കേരള വിഷന്റെ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീയുടെ കൊമേഴ്സ്യൽ ലോഞ്ചിംഗ് MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികൾ എടുത്താൽ ആ 10 കമ്പനികളിൽ 2 കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന 2 കമ്പനികളാണ്
ഇന്ത്യയിലെ 10 കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ വികാരങ്ങൾ അവിടെ പൂവണിയുകയാണ്. സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഇസാഫ് ബാങ്ക് MD പോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മേയർ MK വർഗീസ്, KCCL ആൻഡ് KVBL ചെയർമാൻ K ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, N പത്മകുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, TCCL ചെയർമാൻ ഷകിലൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24/7 MD M അബൂബക്കർ സിദ്ദിഖ്, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, MD പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCTV. പട്ടാമ്പി വല്ലപ്പുഴയിൽ 153 കിലോ ചന്ദനവുമായി 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. ചന്ദനം കടത്താൻ ശ്രമിച്ച വാഹനവും പിടികൂടി. വല്ലപ്പുഴ ചൂരക്കോട് നിന്നും ചന്ദനവേട്ട 153 കിലോഗ്രാം ചന്ദനവുമായി 2 പേരെയാണ് വനം വകുപ്പ് അധികൃതർ പിടികൂടിയിരിക്കുന്നത്. വല്ലപ്പുഴ സ്വദേശികളായ അംസപ്പ, അബ്ദുൾ അസീസ് എന്നിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് റേഞ്ച് ഓഫീസർ ദിനേശിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 153 കിലോ ചന്ദനം പിടികൂടിയത്. വനം വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വീട്ടില് ചന്ദനം ചെത്തുന്നതിനുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രാവിലെ റേഞ്ച് സ്റ്റാഫ് പോയി ചെന്നപ്പോൾ ഹംസപ്പ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൻ്റെ പുറകിലായി അദ്ദേഹവും അബ്ദുൾ അസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവും സുഹൃത്തുമായ മറ്റൊരു പ്രതിയും രണ്ടുപേരും ചന്ദനം ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ചന്ദനവും അവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ചോദ്യം ചെയ്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ വെള്ളാക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ് ചന്ദനം മുറിച്ചത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്തിട്ടുമ്പോൾ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് അവർ മുറിച്ചിട്ടുണ്ടോ എന്നും മറ്റ് കൂടുതൽ പ്രതികളുണ്ടാകുന്നതും നമുക്കറിയാൻ കഴിയും. സമൃദ്ധിയുടെ പൂവിളികളുമായി വെള്ളിയാഴ്ച അത്തം 10-ന് പൊന്നോണം. ഇനി ഓണത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് മലയാളികൾ. മലയാളിക്ക് ഓണം വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് അതൊരു വികാരവുമാണ്. മലനാടിന്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവേലിന്റെ പൂക്കാലമായി. കർക്കിടകത്തിന്റെ മഴത്തോറ്റം രാമായണശീലുകളായി പട്ടാഭിഷേകമാടിയ തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമുട്ടുകൾ വിരിയുകയായി. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം ദിനം വന്നെത്തിയാൽ പിന്നെ ഓണം കളറാക്കാനുള്ള ആഘോഷ തിമിർപ്പിലാണ് മലയാളികൾ. മാവേലി മന്നനെ വരവേൽക്കുവാൻ ഓരോ വീട്ടിലും പൂക്കളമൊരുങ്ങും. കാട്ടിലും മേട്ടിലും നടന്നു ശേഖരിച്ച പൂക്കളുടെ കാലം നീങ്ങിയെങ്കിലും അന്യനാടുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തുന്ന പൂക്കൾക്കൊപ്പം തന്നെ നമ്മളും പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതിന്റെ വർണ്ണങ്ങളാൽ പൂക്കളമൊരുങ്ങും. വ്യാപാര സ്ഥാപനങ്ങളിലും ഇനി തിരക്കേറും. ഓണക്കോടിയില്ലാതെ മലയാളിക്ക് എന്തോണാഘോഷം? പുതുവസ്ത്രങ്ങൾ വാങ്ങാനും നേന്ത്രക്കുലകൾ വറുത്തുപേരി തുടങ്ങി ഓണവിഭവങ്ങൾ ഒരുക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്കോട് തിരക്കാണ് മലയാളക്കരയ്ക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കപ്പുറം മനം നിറഞ്ഞ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ഓണക്കോടിയും അണിഞ്ഞ് കേരളക്കര മാവേലി മന്നനെ വരവേറ്റ് തിരുവോണം ആഘോഷിക്കും. ന്യൂസ് ഡെസ്ക് CCTV. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് സഹായഹസ്തവുമായി സഹപാഠികളുടെ ചായക്കട. കൊപ്പത്തായിരുന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചായക്കട ഒരുക്കിയത്. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് രാജിന് സഹായഹസ്തവുമായി സഹപാഠികൾ രംഗത്ത്. അഭിനവ് രാജിന്റെ ചികിത്സാ സഹായത്തിനായി ജനകീയ ചായക്കട ഒരുക്കിയായിരുന്നു വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനം. സ്കൂളിന് സമീപത്തായിരുന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചെറുകടികളും ചായയുമായി ജനകീയ ചായക്കട സജ്ജമാക്കിയത്. അഭിനവ് ട്യൂഷൻ പഠിക്കുന്ന കൊപ്പത്തെ എലഗൻ സ്റ്റഡി സെന്ററിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു ഈ സംരംഭം. രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരുന്നു ജനകീയ ചായക്കടയുടെ പ്രവർത്തനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെല്ലാം കുട്ടികളുടെ ജനകീയ ചായക്കടയിലെത്തി ചായ കഴിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് കുട്ടിയുടെ വീട്. കുട്ടീനെയും കുടുംബത്തെയൊക്കെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അവർ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്.
മൗലാന ഹോസ്പിറ്റലിലാണ് ചികിത്സയിലിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ തന്നെ നല്ലൊരു തുക ചിലവായിട്ടുണ്ട് ചികിത്സയ്ക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചിറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ മാതൃകയായിക്കൊണ്ട് തന്നെ ആ കുട്ടി പഠിക്കുന്ന ട്യൂഷൻ സെൻ്റർ എലമെൻറ്റ്സ് ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു ചായ സൽക്കാരത്തോടു കൂടി ആ കുട്ടിക്ക് സഹായനിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നത്. ഇക്കഴിഞ്ഞ 22-നാണ് സ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അഭിനവ് രാജിന് ബൈക്കിടിച്ച് അപകടം സംഭവിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥി. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അഭിനവിന്റെ ചികിത്സയ്ക്കായി ഭാരിച്ച തുക തന്നെ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ അഭിനവിന്റെ നിർധന കുടുംബത്തിന് തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സഹപാഠികളും സ്കൂൾ അധികൃതരുമെല്ലാം സഹായവുമായി രംഗത്തിറങ്ങുന്നത്. ഒരു മേജർ സർജറി നടത്തുകയും കുട്ടിയെ നേരിട്ട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷമാണ് കുട്ടിയെ ICUയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ കുട്ടിയുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടിക്ക് ഒരു ഭീമമായ സംഖ്യ ഓപ്പറേഷനും മറ്റുമായി ചെലവ് വരുന്നുണ്ട്. ഞങ്ങളത് കുട്ടിയുടെ കുടുംബമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ കുട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവുകയും അതിന് ഒരു ഫസ്റ്റ് ഗഡു എന്ന രീതിയിൽ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ കുട്ടികളിൽ നിന്നും സമാഹരിച്ച ഏകദേശം നല്ലൊരു തുക കുട്ടിക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഡിസ്ചാർജ് ആവണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് ആവശ്യം വരികയും അത് കുടുംബക്കാരുമായി കുട്ടിയുടെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ഇവിടെ +1 +2 പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇന്ന് ഒരു ചായക്കട നടത്തി നോക്കാം, അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് അഭിനവിന് കൊടുക്കാം എന്ന് പറയുകയും. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഉറുദു പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലെ മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി തൃത്താല KB മേനോൻ മെമ്മോറിയൽ സ്കൂളിലെ ഉറുദു ക്ലബിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. മലയാളം അധ്യാപിക അനിത, ഗണിത അധ്യാപിക M ലക്ഷ്മിഭായ്, സംസ്കൃതം അധ്യാപിക O ബിന്ദു, ബയോളജി അധ്യാപിക PA റഹ്മത്ത് എന്നിവരെ വിദ്യാർത്ഥികൾ ഷോൾ അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. തൃത്താല ബ്ലോക്ക് മെമ്പറും MPTA പ്രസിഡന്റുമായ ഖബ്ര ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ KBA ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉറുദു അധ്യാപകനും KUTA സംസ്ഥാന സെക്രട്ടറിയുമായ MK അൻവർ സാദത്ത് ആമുഖ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ ഡോക്ടർ സലീന വർഗീസ്, ഹെഡ്മാസ്റ്റർ R രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.